നമസ്കാരം കുട്ടികളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടുത്ത നാലാമത്തെ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പോവാണ്. ഓക്കെ, അപ്പം നാലാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പത്തെല്ലാം ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്ങനെ നാലാമത്തെ ഗ്രൂപ്പ് നമ്മൾ സാധാരണ ചെയ്യുന്നത്? അവിടെ നമ്മൾ ആദ്യമേ സോൾട്ട് സൊല്യൂഷൻ എടുക്കുക. അതിനുശേഷം ഒരല്പം അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സും ഒഴിക്കണം, തൊട്ട് മുമ്പ് അതുപോലെ തന്നെ. അതിനുശേഷം നമ്മൾ ഹൈഡ്രജൻ സൾഫൈഡ് H2S ആണ് ഗ്യാസ്, അത് നമ്മൾ പാസ് ചെയ്യണം. ഓക്കെ, പാസ് ചെയ്യുമ്പോൾ നമ്മളവിടെ കിട്ടുന്ന ആ പ്രസിപ്പിറ്റേറ്റ് ഒന്ന് നോക്കുക. അതൊരു ഇപ്പോൾ സിങ്കും മാംഗനീസുമാണ് നിങ്ങൾക്ക് തരുന്നത്, മനസ്സിലായോ? അപ്പോൾ സിങ്കിൻ്റെ ആണെങ്കിൽ ഒരു ഡേർട്ടി വൈറ്റ് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. മാംഗനീസ് ആണെങ്കിൽ ഫ്ലഷ് കളറായിരിക്കും. മാംഗനീസ് സോൾട്ട് തരാൻ ചാൻസ് കുറവാണ്, കാരണം കളേഡ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ സിങ്കിൻ്റെ നോക്കിയാൽ മതി. അപ്പോൾ സിങ്കിൻ്റെ ആകുമ്പോൾ ഡേർട്ടി വൈറ്റ് ആണ് കേട്ടോ. ഡേർട്ടി വൈറ്റ്, അഴുക്ക് പിടിച്ച വെളുത്ത നിറം എന്നർത്ഥം വരുന്നത് തന്നെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് 4% എന്ന് പറയാൻ സാധിക്കും. അവിടെ വെച്ച് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം സിങ്ക് ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അതൊരു 100% ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റാത്തതാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ സിങ്ക് നാലാമത്തെ ഗ്രൂപ്പിലെ ടെസ്റ്റാണ് ഞാൻ പറഞ്ഞത്. എന്തായിരുന്നു? സോൾട്ട് സൊല്യൂഷനകത്തോട്ട് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സ് ഒഴിച്ചതിന് ശേഷം ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് പാസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു വൈറ്റ് പ്രസ്പെക്റ്റ് കിട്ടാൻ ഡേർട്ടി വൈറ്റ് ആയിരിക്കും. അപ്പോൾ ഗ്രൂപ്പ് 4% ആണ്. അപ്പോൾ സിങ്ക് മേ ബി. ഓക്കെ, ഇനി നമുക്ക് എൻ്റെ കൺഫർമേറ്ററിയിലേക്ക് പോവാണ്. അപ്പോൾ സിങ്കിൻ്റെ കൺഫർമേറ്ററി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞൊരു 2 എണ്ണം ഉണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരല്പം സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, അല്ലേ? എടുത്തതിന് ശേഷം മുമ്പേ പറഞ്ഞ സോഡിയം ഹൈഡ്രോക്സ് തന്നെയാണ്. 2 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. 2 ഡ്രോപ്പ് ഒഴിക്കുക. അപ്പോൾ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. എക്സസ് ഒഴിക്കുമ്പോൾ അത് വീണ്ടും ഡിസോൾവ് ആവും. ഡിസോൾവ് ആയാൽ 100% ഉറപ്പിക്കാം ദ ഗിവൺ കാറ്റോൺ ഈസ് സിങ്ക്. ഓക്കെ, കൺഫേംഡ് ആയി. മനസ്സിലാണ്ടോ? മാംഗനീസ് ആണെങ്കിൽ ഡിസോൾവ് ആവത്തില്ല, അതാണ് വ്യത്യാസം. അപ്പോൾ സിങ്കിൻ്റെ കൺഫർമേറ്ററി എന്താ ചെയ്തത്? സോൾട്ട് സൊല്യൂഷനകത്തോട്ട് സോഡിയം ഹൈഡ്രോക്സ് ഒഴിക്കുക. അപ്പോൾ നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആദ്യം ഫോം ചെയ്യും. എക്സസ് ഒഴിക്കുമ്പോൾ അത് ഡിസോൾവ് ആവും. ഡിസോൾവ് ആകുമ്പോൾ അവിടെ സിങ്ക് കൺഫേംഡ് ആയി പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ടെസ്റ്റാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ആഷ് ടെസ്റ്റാണ്. ആഷ് ടെസ്റ്റ് മുമ്പേ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെയാണ്. എന്താണ്? ആദ്യമേ സോൾട്ട് എടുത്തു, അതിനുശേഷം അതിനകത്തോട്ട് അല്പം പിന്നെ നൈട്രിക് ആസിഡ് കോൺസെൻട്രേറ്റ് ഒഴിച്ചു. അതിനുശേഷം കൊബാൾട്ട് നൈട്രേറ്റ് അത് ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുക. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഫിൽറ്റർ പേപ്പർ മുമ്പേ പറഞ്ഞ പോലെ മടക്കി അതിനകത്തോട്ട് മുക്കുക. എന്നിട്ട് ഒന്ന് കത്തിച്ച് നോക്കുക. ഓക്കെ, ആ കിട്ടുന്ന ചാരത്തിന് നിറം നോക്കുക. അതെന്ത് വരണം? ഗ്രീൻ കളറായിരിക്കണം. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും ദ ഗിവൺ കാറ്റോൺ ഈസ് സിങ്ക്. അപ്പോൾ നമുക്ക് 2 ടെസ്റ്റ് എളുപ്പം മനസ്സിലായി. ഓക്കെ, ആദ്യത്തെ സോഡിയം ഹൈഡ്രോക്സൈഡും രണ്ടാമത്തേത് ആഷ് ടെസ്റ്റുമാണ്. പക്ഷേ ഈ ആഷ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ആഷ് നിങ്ങൾ കളയരുത് കേട്ടോ. മാക്സിമം നിങ്ങളൊന്ന് സ്റ്റോറി വെക്കാൻ ശ്രമിക്കുക. കാരണം ടീച്ചർ ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞാൽ ചെയ്തു, അപ്പോൾ ആഷ് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കാണിക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ വേറെ ചെയ്ത് കാണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ നാലാമത്തെ ഗ്രൂപ്പിൻ്റെ ടെസ്റ്റും കഴിഞ്ഞു. ഇത്രയുള്ള എൻ്റെ അനാലിസിസ്. ഓക്കെ.